ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. ആണെങ്കിൽ അവിടെ ഫ്ലോട്ട് ആയിട്ട് പെട്ടെന്ന് തന്നെ ഏതാണ്ട് എക്സ്പ്ലോഡ് ആകാൻ പോകുന്ന പോലെ ഇരിക്കുന്നു. എന്നിട്ട് എം സിയുടെ ബോഡി പതിയെ റിക്കവർ ആവുന്നു. എം സി പതിയെ കണ്ണുറക്കുന്നു. എൻ്റെ ഫ്രാക്ചേഴ്സും സ്കാറും എല്ലാം പെട്ടെന്ന് തന്നെ ഹീലായി. ഇപ്പോൾ എൻ്റെ ബോൺസ് പണ്ടത്തേക്കാളും സ്ട്രോങ്ങർ ആണ്. ചെറിയ ബോഡി ഈ പിൽസായിട്ട് വളരെ കമ്പാറ്റബിൾ ആണ്. അതുവഴി എനിക്ക് ഈ പിൽസിന്റെ എഫക്റ്റ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റി. അതിനും ഉപരിയായിട്ട് എൻ്റെ ശരീരത്തുള്ള സകല ഇമ്പോർട്ടീവ്സും പ്യൂരിഫൈ ആയി പോകുന്നു. എൻ്റെ മെറിഡിയൻസ് എല്ലാം എക്സ്പാൻഡ് ആവുന്നു. എൻ്റെ ഹെയർ ബീറ്റാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ബീറ്റ് ആവുന്നത്. പെട്ടെന്ന് റിഫ്ലക്സിംഗ് ക്യൂ ആയി. ലോവർ ഡാൻഡിയിൽ നിന്നും ബ്രോക്ക് ആയി മിഡിൽ ഡാൻഡിലേക്ക് കണ്ടിട്ട് ഏതാണ്ട് ഒരു മാസീവായിട്ടുള്ള ഓഷ്യം പോലെ തോന്നുന്നു. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് അപ്പർ ഡാൻഡിലേക്ക് ബ്രേക്ക് ത്രൂ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഇന്നർ സ്ട്രെങ്ത് ഇൻട്രാക്റ്റബിൾ ആകും. എനിക്കത് സ്റ്റോപ്പ് ചെയ്യണം പെട്ടെന്ന് തന്നെ. ഇതും പറഞ്ഞോണ്ട് എം സി ആണ് പെട്ടെന്ന് എം സിയുടെ ഹൃദയത്തിലേക്ക് കൈ വെക്കുന്നു. നീ ടോയിസ്റ്റ് ആണോ മാർഷൽ ആർട്സ് ആണോ? സാഹ്യു, നീ മാർഷൽ ആർട്ടിസ്റ്റ് എനർജീനെ ഫോഴ്സ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും ഒപ്രസ് ചെയ്യാനും നോക്കും. പാത്ത് ഓഫ് ഡൗ ഫോളോ ചെയ്യുന്ന ഒരാൾ ആ എനർജീനെ ഫ്രീ ആയിട്ട് വിടും. നിനക്ക് തോന്നുന്നുണ്ടോ നിനക്കിപ്പോൾ ഈ വേൾഡിന്റെ ഫ്ലോവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന്റെ വഴിക്ക് വിട്. ആ പോകുന്ന രീതിക്ക് അത് പോട്ടെ. നമ്മുടെ എം സി ആണ് എന്നിട്ട് അവിടെ ബോധം കെട്ട് വീഴുന്നു. പിന്നെ കാണിക്കുന്നത് ഇത് ഈ സ്ഥലം അപ്പർ ഡാൻഡിനല്ലേ? എന്റെ മുമ്പിലുള്ള ഈ ക്രാക്കഡ് വാളെല്ലാം അപ്പർ ഡാൻഡിലേക്കുള്ള എൻട്രൻസ് ആണോ? നമ്മുടെ എം സി ആണ് അത് തൊട്ട് നോക്കി. എനിക്ക് ഒരു മാസീവായിട്ടൊരു വൈബ്രേഷൻ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടിട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ആ ക്യൂ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് വരും. ഇത് പ്രതീക്ഷിച്ചേക്കാളും റിസ്ക് ആണ്. ഞാൻ ഈ വാളിപ്പോൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആവും. ഞാനിത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ ഒരേ ഒരു വഴി ഒരു ഡാം പോലെ ആ ക്യൂവിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ലെറ്റ് ഇറ്റ് ഫ്ലോ. അങ്ങനെയല്ലേ സാഹ്യം പറഞ്ഞത്? ഇതിനെ ഞാൻ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യാതെ കുറച്ച് മാത്രം ഫ്ലോ ചെയ്താൽ ഞാൻ താങ്കൾ പറഞ്ഞ അത്ര ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ശകാരിക്കുമെന്ന് ഓർത്ത്. പക്ഷേ 100 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നമ്മുടെ എം സി ആണ് ബ്രേക്ക് ത്രൂ ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ അവിടെ ഫ്ലോട്ട് ചെയ്തെന്ന് എം സി ആണ് പെട്ടെന്ന് താഴേക്ക് വീഴും. ഞാൻ ഫ്ലോട്ട് ചെയ്യായിരുന്നു. എൻ്റെ ബോഡിയിലുള്ള സകല മെർബൈൻസും അൺബ്ലോക്ക് ആയി. എനിക്കിപ്പോൾ എൻ്റെ സ്ട്രെങ്ത്തിലെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെറിയ ബോഡി ഇത്ര പിടിച്ചു നിന്നു. ചെറിയ മിസ്റ്റേക്ക് എൻ്റെ ജീവൻ തന്നെ പോയായിരുന്നു. പക്ഷേ സാഹുവിൻ്റെ ഹെൽപ്പില്ലായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. പക്ഷേ ഞാൻ ചെയ്തതൊന്നും വെറുതെ ആയില്ല. എൻ്റെ ഇന്നേറ്റ് ക്യൂ ആയി റിക്കവറായി. അതുപോലെ തന്നെ എൻ്റെ മെറിഡൈൻസ് എക്സ്പാൻഡും എൻ്റെ ഇന്നർ സ്ട്രെങ്ത് കൂടുകയും ചെയ്തു. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഇപ്പം പണ്ടത്തേക്കുള്ള സ്ട്രോങ്ങറായി. ചിലപ്പോൾ മരിച്ചിട്ട് തിരിച്ചു വന്ന എൻ്റെ ഗുണങ്ങളായിരിക്കും. എന്തായാലും ഞാനിപ്പോൾ സാഹ്യം പറഞ്ഞതല്ല ഇപ്പം മനസ്സിലാക്കുന്നു. എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു, ഒരു ടോയിസ്റ്റ് അല്ലായിരുന്നു. പിന്നെ ഓൺഫർ സെറ്റ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ്മാൻ സെറ്റ് കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടോയിസ്റ്റ് സെറ്റുമാണ്. അതാണ് അതിൻ്റെ ഐഡന്റിറ്റി തന്നെ. പക്ഷേ ഞാനൊരിക്കലും ഒരു ടോയിസ്റ്റ് അല്ല. എന്നെപ്പോലെ ഒരാൾക്ക് ഓൺഫർ റിവ്യൂ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അത് വർക്കായില്ലെങ്കിൽ അത് കഷ്ടമാകും. പിന്നെ ഈ പീസ് എല്ലാം എനിക്കിനി ആവശ്യമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഇത് ഗ്രേറ്റ് ബെനിഫിറ്റ് ആയിരിക്കും. എന്തായാലും തിരിച്ചു പോകാം. പിന്നെ ഞാൻ മറന്നേ പോയി ഈ ആൽക്കഹോളിൻ്റെ കാര്യം. ഓൺഫർ സെറ്റ് ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ ഈ കേവ് മാത്രം പഴയതുപോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നപ്പോൾ എൻ്റെ പാസ്റ്റ് നിൽക്കുന്ന പോലെ തന്നെ തോന്നി. ഞാൻ മിസ് ചെയ്യുന്നു. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്തായാലും പോകേണ്ട സമയം. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ എം സി ആണെങ്കിൽ ആ മലകളൊക്കെ ചാടി കടന്നോടി മൺഹുയിലേക്ക് പോകുന്നു. ഒടുവിൽ മൺഹുയിലെത്തി. എൻ്റെ ബോഡി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആ ഉദിക്കുന്ന സൂര്യനെ നോക്കി ഈ ഉയരത്തിലുള്ള ഈ സ്മെല്ല് മറ്റൊന്ന് മണത്തപ്പോഴത്തേക്ക് എന്താ ഈ സ്മെല്ല്? എൻ്റെ ബോഡിയിൽ ഇത്ര വൃത്തിയുടെ സ്മെല്ലോ? അടുത്ത് കാണിക്കുന്ന വെളുപ്പം കാലത്താണ് രാവിലെ. എന്തൊരു തണുപ്പ്! എന്റെ ബോഡിയിലെ ഫാറ്റ് ഉറക്കൊന്നും പോകുന്നേ ഇല്ല. നമ്മൾ എത്ര കാലം ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കണം? നിനക്ക് തോന്നില്ലേ അവനിപ്പോ കുറച്ച് സ്ട്രേഞ്ച് ആണ്? എന്താ പറയുന്നേ? അവന്റെ മോന്തൊക്കെ കണ്ടില്ലേ? ഇപ്പൊ ഒരു ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ട് എന്തോ പോലെയൊക്കെ. പറയുമ്പോ ഞാൻ ആലോചിക്കുന്നേ, പുള്ളി ഇപ്പൊ ട്രെയിനിങ്ങിനും അങ്ങനെ വരാറില്ല. എനിക്ക് തോന്നുന്നുണ്ട് ആ റൂമേഴ്സ് എല്ലാം സത്യമാണെന്ന്. എന്താ റൂമർ? പുള്ളിക്ക് ഇന്നർ ക്യൂ ഓവർലോഡ് വന്നു. ആലോചിച്ചു നോക്കെ, പുള്ളിയുടെ ബോഡി ഇപ്പം ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം വരുന്നവരും. പുള്ളി ട്രെയിനിങ്ങിനും വരാറില്ല. അതിനർത്ഥം നമുക്കിനി ട്രെയിൻ ചെയ്യണ്ടേ? എല്ലാവരും ഒന്നിതൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ആയില്ലേ, നമുക്കതിനെ തീർത്താലോ? സമയം അവരെ വിട്ടേക്ക്. അവരെ എത്രയും പെട്ടെന്നാണെങ്കിലും കാര്യങ്ങളായി. പെട്ടെന്ന് അവിടുത്തെ ആ വാതിൽ തുറക്കുന്നു. നമ്മുടെ എം സി പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പക്ഷെ എം സിയുടെ മോന്ത കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുക. കാരണം ആ സ്കെൽട്ടൺ ബോഡി ഔട്ട് ഓഫ് ഷേപ്പ് പോകുന്നു ഇപ്പൊ പുള്ളിയുടെ ശരീരത്തില്ല. ഇവൻ അവേക്കണായോ? ഞങ്ങൾ ഓർത്ത് ഇവൻ ചാകുന്നു. അവൻ മാറി. ഇപ്പൊ നേരിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കും. കോമറേറ്റ്സ്, എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ ആരോഗ്യക്കുറവ് മൂലം നിങ്ങളുടെ പരിശീലന സെക്ഷനുകൾ അവഗണിക്കേണ്ടി വന്നു. എനിക്കതില് വളരെയധികം സങ്കടം തോന്നുന്നു. എന്തോ കുഴപ്പം വരാൻ പോകുന്നു. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് മനസ്സിലാവും. വിഷമിക്കണ്ട. അതെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സഞ്ജയ്. അത് കുഴപ്പമാണ്. നമ്മളെല്ലാം വളരെ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യുമായിരുന്നു ഞാൻ ഇല്ലാത്ത സമയത്ത്. ഇവിടെ ഞാനാണ് തെറ്റുകാരൻ. ഇവിടെ ഇത് മൊത്തം എന്റെ തെറ്റാണ്. പക്ഷേ എന്തായാലും
തെറ്റ് സംഭവിച്ചു. ഇനിയും തൊട്ട് നമ്മൾ കൂടുതൽ ട്രെയിൻ ചെയ്യും അതിന് പകരമായിട്ട്. എന്നിട്ട് MC ആണ് കൈ ചൂണ്ടി പുറകോട്ട് കാണിക്കുന്നു. ഓടിക്കുക. ആദ്യം എത്തുന്നവർക്ക് മുൻഗണന. പിന്നിൽ ഉള്ള പകുതി പേർ വീണ്ടും ഓടണം. ഇതെല്ലാം കേട്ട് നമ്മുടെ ഡിസബിൾസ് ആണ് ഞെട്ടി നിൽക്കുക. അപ്പൊ ഒരാൾ ചോദിക്കുക, ഇവൻ ശരിക്കും പറയുവാണോ ആ മൗണ്ടൈൻ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി? പക്ഷെ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിസബിൾസ് ആണ് ഒറ്റ ഓട്ടം. സാഹ്യം പറയാതെ പോലെ സാഹ്യം നമ്മൾ ഓടണം പെട്ടെന്ന്, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഓടേണ്ടി വരും ലേറ്റ് ആയി കഴിഞ്ഞാൽ. എല്ലാവരും ഓടിക്കോ. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ട് കേട്ടെ എനിക്കിട്ട് പണിയാൻ നോക്കിയത്. ഓക്കെ, നിങ്ങളുടെ ആ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനും ലിമിറ്റ് ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സ്കില്ലാണ്. അതില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല. അവിടെ നമ്മുടെ ഡിസബിൾസ് ഒക്കെ ആണെങ്കിൽ ആ മൗണ്ടൈൻ ഓടിക്കയറുന്നു. മാർഷൽ വേൾഡിന്റെ ഹിസ്റ്ററിയിൽ തന്നെ കുറെ അധികം പേര് ഒറ്റയ്ക്ക് പവർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഒരു സെക്ട് തന്നെ സ്ട്രോങ് ആകണമെങ്കിൽ ഒരാൾ മാത്രം സ്ട്രോങ് ആയാൽ പോരാ, അവിടെയുള്ള എല്ലാവരും സ്ട്രോങ് ആയിരിക്കണം. ഞാൻ ഈ മൗണ്ട് ഹുവ സെറ്റ് പണ്ടുള്ളതിനേക്കാളും സ്ട്രോങ് ആക്കും. ലാസ്റ്റ് വരുന്ന ആൾക്ക് രാവിലത്തെ പ്രശ്നമില്ല കേട്ടോ. നേരം വെളുത്തു. നമ്മുടെ ഡിസബിൾസ് ഒക്കെ ആണെങ്കിൽ അടുത്ത ആവശ്യം അവിടെ കിടക്കുന്നു. അവിടെ നമ്മുടെ ജോബിലാണെങ്കിൽ പതിയെ തലയൊക്കെ അങ്ങോട്ടേക്ക് നോക്കുന്നു. അവിടെ ഗ്രേറ്റ് സാഹ്യു ആണെങ്കിൽ എണീറ്റ് നിൽക്കുന്നു. ഇത്രയൊക്കെ ട്രെയിൻ ചെയ്തിട്ടും ഗ്രേറ്റ് സാഹ്യുവിന് നേരെ നിൽക്കാൻ പറ്റുന്നോ? എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഗ്രേറ്റ് സാഹ്യു എന്തുകൊണ്ടാണ് ഗ്രേറ്റ് സാഹ്യു ആയത്. അത് സ്കില്ല് കൊണ്ട് മാത്രമല്ല, അതിലും ഉപരി അദ്ദേഹത്തിന്റെ ആ സ്ട്രോങ് മെന്റാലിറ്റി കൊണ്ടാണ്. ഇതന്നെ ഇത്ര വെയിറ്റ് കുറവ്. ട്രെയിനിങ് എല്ലാം തീർത്തവര് നിങ്ങളുടെ എല്ലാം സാൻഡ് ബാഗ് ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്താ ഇങ്ങനെ കിടക്കുന്നത്? നിങ്ങളൊന്നും ഒത്തിരി ഒന്നും ചെയ്തില്ല, എന്നിട്ട് തന്നെ ഇത്ര ടയർഡായോ? ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര വീക്കാണ്. എന്റെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ നീയാ ഞങ്ങളുടെ ഏറ്റവും യങ്ങസ്റ്റ്, അതറിയില്ലേ? എന്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ പോവാം. പിന്നെ ആഫ്റ്റർനൂൺ ട്രെയിനിങ്ങിന് വന്നേക്കണം. വന്നില്ലെങ്കിൽ ഈ 10 മടങ്ങായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ്. പിന്നെ ഈ ട്രെയിനിങ് എക്യുപ്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തേക്കണം. അടുത്ത കാണിക്കുക നമ്മുടെ ഡിസബിൾസ് എല്ലാം അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. നിങ്ങളെന്തൊന്നും കഴിക്കാത്ത? എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഛർദ്ദിക്കും. ഗ്രേറ്റ് സാഹ്യം, നിങ്ങൾക്ക് തോന്നില്ലേ ഈ ട്രെയിനിങ് കുറച്ച് കൂടിപ്പോയെന്ന്? ഇതും പറഞ്ഞ അവിടെയുള്ള എല്ലാ ഡിസബിൾസും ആണെങ്കിൽ ഗ്രേറ്റ് സാഹുവിന്റെ അടുത്ത് പരാതി പറയുന്നു. ഗുൽ, നിനക്കെന്ത് തോന്നുന്നു? നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഇപ്പോഴത്തെ ട്രെയിനിങ് കുറച്ച് കൂടുതലാണ്. അതിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നുണ്ട്. അത് നല്ലതല്ല. അത് ഈ കാര്യം ചൂമിങ്ങിനും അറിയായിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ദിവസം കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് മാറ്റമില്ലെങ്കിൽ നമുക്ക് പറയാം. ഇത് കഴിഞ്ഞിട്ടാണ് അവരവരുടെ മുറിയിലേക്ക് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുക നമ്മുടെ ജോബിൽ മുറിയിൽ കിടക്കുന്നതാണ്. ഇനിയും വീണ്ടും എണ്ണീറ്റിട്ട് ട്രെയിൻ ചെയ്യണം. എന്റെ ബോഡി ഇപ്പൊ തന്നെ ബ്രേക്ക് ചെയ്യാറായി. ഞാൻ ഓർത്തു എനിക്ക് എന്തും തരണം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഈ ട്രെയിനിങ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? സാഹ്യൻ, എനിക്ക് സാഹ്യൻ ചോമിയും ഉണ്ടല്ലേ? സാഹ്യം ഇന്ന് ഇത് ഒരെണ്ണം കിട്ടാൻ തന്നെ വളരെ കഷ്ടപ്പാടാണ്. സാഹ്യം ആയതുകൊണ്ട് മാത്രമാണ് എന്ത് തരുന്നത്. നീ എന്താ എനിക്ക് തരുന്നേ? എന്ത്? ഇത് ബിൽ ഓഫ് ലൈഫ് അല്ലേ? നീ എന്തിനാ ഇത്ര പ്രീഷ്യസ് ആയ ഐറ്റം എനിക്ക് തരുന്നേ? അത് നിനക്ക് തന്നെ എടുത്താൽ പോരെ? ഇതിപ്പോ നിങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ ഇത് മറ്റുള്ളവർ ആരോടും പറയല്ലേ. പെട്ടെന്ന് കഴിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ ഇവനെ ഒരിക്കലും ഒരു അസുഖമായിട്ട് കാണാൻ പാടില്ലായിരുന്നു. നമ്മുടെ ജോബിലാണെങ്കിൽ വളരെ വിഷമത്തോടെയൊക്കെയാണ് മനസ്സിൽ പറയുന്നത്. പക്ഷെ അവിടെ പുറകിരിക്കുന്ന നമ്മുടെ MC ആണെങ്കിൽ ഒരു അസുഖത്തിന്റെ ചിരിയോടെ തന്നെയാണ് മനസ്സിൽ പറയാം. ദാഹിക്കുന്നവർക്ക് ദാഹം ശമിക്കുമ്പോൾ മാത്രമാണ് നന്ദി കാണിക്കാൻ അറിയുള്ളൂ. ഇനിയും തൊട്ട് പണ്ടത്തെക്കാളും കഠിനമാകും. സാഹ്യവും അടുത്ത കാണിക്കുന്നത് നമ്മുടെ ഡിസ്പിൾസ് എല്ലാം അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നതാണ്. ഇവർക്കെല്ലാം എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അവരുടെ തോട്ട് പാത്ത് എല്ലാം സ്റ്റെബിലൈസ്ഡ് ആണ്. അവർ എപ്പോഴും ചെയ്യുന്ന ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ മൂവ്മെന്റ്സ് എല്ലാം ഇപ്പോൾ ഷാർപ്പറും മോർ സ്റ്റെബിലൈസ്ഡും ആണ്. എനിക്ക് അവരുടെ ഫീറ്റിലെ സ്ട്രെങ്ത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ സാധിച്ചു? അവിടെ പെട്ടെന്ന് നമ്മുടെ MC-നെ ഓർക്കുവാണ്. ചിലപ്പോൾ ആ മോഡേൺ ട്രെയിനിങ് കൊണ്ടായിരിക്കും. ഗ്രേറ്റ്, നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ് ആയിരിക്കുന്നു. നിങ്ങളെല്ലാം ഇത്ര ആവേശത്തോടെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് കണ്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. അതിനാൽ ഇത് നന്നായി തുറന്നാൽ ബാക്കി കിട്ടുന്ന ഒഴിവാക്കി തായ് ഫ്ലമോക്സ് സൗ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഡിസബിൾസ് ആണ് വളരെയധികം സന്തോഷിക്കുന്നു. കഠിനാധ്വാനികൾക്ക് പ്രതിഫലം ലഭിക്കണം. ഈ കുട്ടികൾ ഇങ്ങനെ പോയാൽ മോംഫോ സെറ്റ് പ്രതിനിധീകരിക്കുന്ന സ്പോർട്സ്മാൻ ആകും. യുവാൻ ഇവിടെ ഉണ്ടോ? സെറ്റ് ലീഡർ, എന്ത് പറ്റി? ഒരു പ്രശ്നമുണ്ട്. എന്ത്? നീ ഇത് നോക്കിയേ. ആ ചെസ്റ്റിലുണ്ടായിരുന്ന ഇക്വലിയൻ സോർട്ട് ടെക്നിക്കാണിത്. സെറ്റ് ലീഡർ, ഇത്